ചേട്ടാ കൺഗ്രാറ്റുലേഷൻസ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് മികച്ച നോവൽ കാറ്റഗറിയിൽ ആനോ എന്ന നോവലിനാണ് അദ്ദേഹത്തിന് സമ്മാനം ലഭിച്ചിരിക്കുന്നത്. താങ്ക് യു, കൺഗ്രാറ്റുലേഷൻസ്. അതിനായി ഉപഹാരം നൽകാനായാണ് ഞാൻ ബേസിലിനെ വിളിച്ചത്. അതെ, രണ്ടുപേരും പോരുത് കേട്ടോ, ബേസിൽ പോരുത് കേട്ടോ. ബേസിൽ അങ്ങോട്ട് ഓടിയിട്ട് എന്താണ് ഈ സിനിമയെ കുറിച്ച് ബേസിലും ഇന്ദുവും ചേട്ടനും എങ്ങനെയാണ് ഈ സിനിമ ഉണ്ടായ വഴികളെ കുറിച്ചും ആൻഡ് അബൌട്ട് യുവർ ക്യാരക്ടർ പി അജേഷ്, ബേസിൽ ചെയ്ത കഥാപാത്രങ്ങളിൽ ഒരു മൈക്കോട്, ബേസിൽ ചെയ്ത കഥാപാത്രങ്ങളിൽ കുറച്ച് ഫ്രണ്ടിൽ, ബേസിൽ ചെയ്ത കഥാപാത്രങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പറഞ്ഞത് ബേസിലിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു മുഖവും കൂടി ബേസിലിനുണ്ട് ആക്ടിങ് സൈഡിൽ എന്ന് ആളുകൾക്ക് മനസ്സിലാക്കി തന്നൊരു കഥാപാത്രം കൂടിയാണ് പി അജേഷ്. അത് എഴുതിയ ആളാണ് GR ഇന്ദുഗോപൻ. രണ്ടുപേർക്കും ഈ സിനിമയുടെ ഒരു നാൾ വഴികളെ കുറിച്ച് ഒക്കെ ഒന്ന് പറയൂ, ഞങ്ങളെ കേൾക്കട്ടെ. ഇതിന്റെ നാൾവഴിയൊന്നുമില്ല. പിന്നെ ഇത് ജ്യോതിഷിന്റെ നിതാന്തമായ ശല്യത്തിന്റെ ഭാഗമായി ആരംഭിച്ച ഒരു സാധനമാണ്. വിടാതുള്ള ഒരു പിന്തുടർച്ചയായിരുന്നു ജ്യോതിഷിന്റെ. ഞാനൊരു അബദ്ധത്തിന് ഞാൻ എറണാകുളത്തൊരു വേറൊരു ആവശ്യത്തിനായിട്ട് വന്നതാണ്. വേറൊരാളുടെ ഫ്ലാറ്റ് വെച്ച് അവിടെയാണ് ജ്യോതിഷനെ എന്ന് കണ്ടിട്ട് പറഞ്ഞു, ചേട്ടാ ഒരു സാധനം എഴുതി തരണമെന്ന് പറഞ്ഞു. നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട് തുടർച്ചയാണ്. ഞാൻ പിന്നെ ഇതിൻ്റെ ഒരു ഇവിടം വരെ വന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു മെച്ചമായിട്ടോ അല്ലെങ്കിൽ തോന്നുന്നൊരു സാധനം അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ത്രെഡ് ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു റൈറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ സിനിമയെ അവലംബിച്ച് നിൽക്കുന്ന റൈറ്റർ അല്ല, ഞാൻ സാഹിത്യത്തിൻ്റെ നിൽക്കുന്ന ഒരു റൈറ്ററാണ്. അപ്പം അവിടെ നിന്ന് വരുമ്പോൾ ഇപ്പം ഞാൻ ആലോചിക്കുന്ന ഒരു സാധനം വെച്ചാൽ എങ്ങനെ എങ്ങനെയാണൊരു ത്രെഡ് ഇങ്ങനെ എല്ലാവർക്കും അപ്പീസിങ് ആയി മാറിയത് എന്ന് ചോദിക്കുന്ന ഒരു സാധനം തന്നെ. ഇപ്പം ജോലി ഞങ്ങൾ സംസാരിച്ചിട്ട് പറഞ്ഞായിരുന്നു അതിൻ്റെ ഒരു വൈബ്രൻസിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞാണ്. അത് നമുക്കറിയത്തില്ല ഇപ്പം ഇവിടെ നിൽക്കുമ്പോഴും. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ ആക്ടേഴ്സ് വന്ന് അവതരിപ്പിക്കുന്നു ഈ ത്രെഡിനെ ഡെവലപ്പ് ചെയ്ത ഒരു സാധനം. പക്ഷെ ആക്ടേഴ്സ് അവർ പോലും അറിയാതെ പെർഫോമേഴ്സായിട്ട് മാറുന്ന ഒരു കഥാപ്രതലത്തിലേക്ക് ഈ കഥാതന്തു സ്വയം സഞ്ചരിക്കുന്ന ഒരു സംഗതി. അതിനകത്ത് ഈ റൈറ്റർക്കൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു സ്പേസേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഈ ആക്ടേഴ്സിന് പിന്നെ പെർഫോമേഴ്സായി മാറുമ്പോഴത്തേക്ക് സംവിധായകൻ മുതൽ അതിൻ്റെ പാർശ്വത്തിനും ചുറ്റുവട്ടത്തിരിക്കുന്നവരെല്ലാം ആക്ടേഴ്സ്, സംഗീത ഡിപ്പാർട്ട്മെൻറ്റ്, ക്യാമറ, ഇവരെല്ലാവരും അതിനറിയാത്ത രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പോലും അറിയാതെ ഈ കോൺട്രിബ്യൂഷനാണ് ഈ എൻഡ് ഓഫ് ദി സാധനം ഒരു കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു സംഗതിയിലേക്ക് വന്ന് ഒരു പോയിന്റിലേക്ക് വന്ന് നിൽക്കുന്നത്. കെമിസ്ട്രി കറക്റ്റായിരുന്നു, അല്ലെ കെമിസ്ട്രി എവിടെ പോയി നമുക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞത്. അത് നമുക്ക് ആർക്കും നിർവചിക്കാൻ പറ്റാത്തൊരു പോയിന്റാണ്. അപ്പം അതാണ് ഇതിൻ്റെ ഒരു വിജയം എന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് അതീതമായ ഒരു കാര്യമാണ്, നമ്മുടെ കയ്യിലുള്ളതല്ല. എല്ലാവർക്കും നമസ്കാരം. ഇന്ദുവൻ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഈശ്വര ഇതുപോലെയൊക്കെ ഞാൻ ഇനി എങ്ങനെ പറയുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ടഫ് കോമ്പറ്റീഷൻ ആയിപ്പോയി. സിനിമയെ കുറിച്ച് വന്ന ഒരു ജേർണി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷം 2 വർഷം മുമ്പാണ് അതിൻ്റെ ആദ്യമായിട്ട് അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഇതിൻ്റെ ഒരു ബുക്ക് വന്ന് പറയുന്നത്, ബുക്ക് വായിക്കാൻ തരുന്നത്. അപ്പോൾ അന്ന് ഈ സിനിമ പറയുന്ന പോലെ സിനിമ ഇനി ചെയ്യുന്നില്ല, അഭിനയിക്കും, ഇത്തിരി ഡയറക്റ്റ് ചെയ്യണ സിനിമയുടെ തിരക്കിലേക്ക് പോവുകയാണെന്നൊക്കെ പറയണ പോലത്തെ ഒരു സ്പേസ് ആയിരുന്നു. പക്ഷെ എന്തായാലും ബുക്കൊന്ന് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞിട്ട് ബെന്നി ചേട്ടനാണ് ആ ബുക്ക് കൊണ്ടു തരുന്നത്. അപ്പോൾ ആ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെ വന്നാലും ഇത് ചെയ്യണം എന്ന് പറയുന്ന ഒരാഗ്രഹം ഭയങ്കരമായിട്ട് തോന്നി. അതിൽ അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ മനസ്സിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു അജേഷ് നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നു എന്നുള്ള സാഹചര്യം ബുക്ക് വായിക്കുന്നവർക്കും നന്നായി കിട്ടിയിട്ടുണ്ട്, എനിക്കും കിട്ടിയായിരുന്നു. അപ്പോൾ അതെന്തായാലും അജേഷ് അപ്പം എന്തായാലും ചെയ്യണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. എന്നാൽ പോലും ഡിറക്ഷൻ ചെയ്യണ സിനിമയുടെ ടൈം ലൈൻസും ഒക്കെ കുറച്ച് ടൈറ്റായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് ചെയ്യാൻ പറ്റുമോ. അപ്പോഴാണ് ജ്യോതിഷേട്ടൻ ശരിക്കുള്ള അജേഷായിട്ട് എൻ്റെ പിന്നാലെ വന്നിട്ട്
ജ്യോതിഷാടാ ജ്യോതിഷ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ബേസിലോട് പറഞ്ഞിട്ടല്ലേ? ഇല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല, അതുപോലെ അല്ല, ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ? ജോഷേട്ടൻ അറിയുന്ന എല്ലാവർക്കും അറിയാതെ ആ ഒരു ലൈൻ. അപ്പോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പിന്നെ ഇതിന്റെ വേറെ രണ്ട് ഇതിലെ ഈ കാതൽ എന്നൊക്കെ പറഞ്ഞ സിനിമയുടെ റൈറ്റർ പോൾസൺ, പിന്നെ അരുൺ അനിരുദ്ധൻ, മിന്നൽ മുരളിയുടെ ഒക്കെ കോ റൈറ്റർ, ഇവരും ആ സമയത്ത് എൻ്റെ കൂടെ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയുടെ എഴുത്തിൽ ഉള്ള സമയമായിരുന്നു. അപ്പൊ അവരും ഈ ബുക്ക് മുമ്പ് വായിച്ചിട്ടുണ്ട്. അപ്പൊ അവരും ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വന്നിട്ട്, ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യാൻ പോണ സിനിമയുടെ റൈറ്റേഴ്സാണ്, ഞാൻ ഈ ഒരു സിനിമ പോയി കമ്മിറ്റ് ചെയ്താൽ അവരുടെ സിനിമ ഡിലേ ആവും. എന്നിട്ട് അവർ പറയും, ചേട്ടാ അത് ഡിലേ ആയാലും കുഴപ്പമില്ല, ചേട്ടനത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിച്ച് ശരി എന്നാ പിന്നെ ചെയ്തേക്കാം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ആ ഡിസിഷൻ എടുക്കുന്ന ഒരു മൊമെന്റ് ആയിരുന്നു ഇതിൽ ഏറ്റവും വലിയ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അഭിനയ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് എന്ന് പറയുന്നത്. അങ്ങനെ ആ സിനിമയെ കുറിച്ച് അന്നേ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ കുറച്ച് ആളുകൾ അന്നും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് കൃത്യമായിട്ട് അത് സംഭവിച്ചു. പിന്നീട് ജസ്റ്റിൻ മാത്യു, മിന്നൽ മുരളിയുടെ തന്നെ കോ റൈറ്റർ ജസ്റ്റിൻ ഈ സിനിമയുടെ ഭാഗമായി. അപ്പോൾ ജസ്റ്റിനും ചേട്ടനും കൂടെ ഇതിൻ്റെ ഒരു എഴുത്ത് ആ ഒരു സൈഡിൽ കൂടെ പോയി. പിന്നെ അപ്പോൾ നിർമ്മിക്കാനായിട്ട് ഇതിൻ്റെ അകത്തോട്ട് മുന്നോട്ട് വന്നത് അജിത് വിനായക ഫിലിംസ് ആണ്. അപ്പോൾ അജിത് ഏട്ടനും മറ്റൊരു അജേഷാണ്, ഈ പറയുന്ന പോലെ ഒരുപാട് സിനിമകൾ കൂട്ടായ്മയാണ്. അപ്പോൾ അദ്ദേഹവും മുമ്പ് സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടും ഇങ്ങനെ ചിലതൊന്നും അങ്ങനെ വിജയിക്കാതെയൊക്കെ പോയ സാഹചര്യത്തിൽ ഒരു മെയിൻ സ്ട്രീം ഒരുവിധപ്പെട്ട ഒരു പ്രൊഡ്യൂസറൊക്കെ ഇനി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നൊരു തീരുമാനം എടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ഒരെണ്ണം ഹിറ്റ് അടിച്ചിട്ടേ ഉള്ളൂ എന്നുള്ള രീതിയിൽ അജിത്താണ് അജിത്ത് എന്ന് പറഞ്ഞ് മുന്നോട്ട് അവസാനം വരെ നിന്ന് പോരാടിയ ഒരു പ്രൊഡക്ഷൻ ഹൗസാണ്. അപ്പൊ ആ ക്രെഡിറ്റ് തീർച്ചയായിട്ടും, അതായത് അത്രയും പരാജയങ്ങൾ നേരിട്ടിട്ടും അവസാനം വരെ ഇത് നേടിയെടുത്തത് അവരുടെയും കൂടെ ഭയങ്കരമായിട്ടുള്ളൊരു കഴിവ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് അജേഷുമാര് ഒരുമിച്ച് ചേർന്ന് സിനിമയ്ക്ക് അകത്തും പുറത്തും ഒക്കെ അജേഷുമാര് ഉള്ള ഒരു സിനിമ കൂടിയാണ്. അപ്പൊ ഇതിന്റെ എൻറ്റയർ പ്രോസസ്സിൽ ഇതുപോലെ ഈ സിനിമ എന്ന് പറയുമ്പോൾ അങ്ങനെ നമുക്ക് എന്താ പറയാ, അതിന്റെ ഒരു ലുക്ക് ആൻഡ് ഫീലും അതിന്റെ ഒരു ഭയങ്കര റോ ആയിട്ടുള്ള സിനിമയാണ്. അതിലെ പെർഫോമൻസ് ആണെങ്കിലും ഒക്കെ അതിനോടുള്ള ഒരു സത്യസന്ധത നമ്മൾ കൊടുത്താൽ മാത്രമേ ആ സിനിമ അത് കൺവിക്ഷൻ ആ സംവിധായകന് എഴുത്തുകാരന് കണ്ട രീതിയിലേക്ക് അത് വരാൻ പറ്റുള്ളൂ. അപ്പൊ ആ ആത്മാർത്ഥത ഇതിലെ എൻറ്റയർ ക്രൂ കാസ്റ്റ് എല്ലാവരും അതിലേക്ക് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ലിജോ ആണെങ്കിലും ക്യാരക്ടറിന്റെ ആ ഒരു റിയലിസം ഭയങ്കരമായിട്ട് പുള്ളി പുഷ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. അതുപോലെ സച്ചിൻ ആണെങ്കിലും ഈ പറയുന്ന സച്ചിൻ കൊച്ചിയിലുള്ള ഒരാളാണ്, കൊല്ലത്തുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നു. അപ്പൊ അതിൻ്റെതായിട്ടുള്ള അത്ര എളുപ്പത്തിൽ അങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. എന്നാൽ പോലും അത് കായികമായിട്ടും ആ ഫിസിക്കും ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലാതെയും ക്യാരക്ടറിലേക്ക് കയറാനും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഇതിലെ ഇപ്പൊ സാനു ചേട്ടൻ ഇതിന്റെ സിനിമാറ്റോഗ്രാഫറാണ്. സാനു ചേട്ടനാണെങ്കിലും ആ ഒരു ഈ സിനിമയുടെ ഒരു വിഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിന് വേണ്ടിയിട്ട് രാവും പകലും അങ്ങനെ ഒരു ജീനിയസ് വർക്കാണ് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഒരു ടൈം ലൈൻസ് ഒക്കെ ഭയങ്കര ടൈറ്റ് ടൈം ലൈൻസ് ആയിരുന്നു. രാത്രിയും പകലൊക്കെ ഷൂട്ടാണ്, എല്ലാ ദിവസവും ഷൂട്ട്, എല്ലാ ദിവസവും രാത്രിയും പകലും നമുക്ക് ചെളി കിടന്ന് മറ്റേ ചേറൊക്കെ നിന്നിട്ട് ഇങ്ങനെ രാത്രി ഒരു 7-8 ദിവസം അതിൻ്റെ അകത്ത് എന്നൊക്കെ പറഞ്ഞ് ത്രൂ ഔട്ട് ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഭയങ്കര ഹെക്റ്റിക് ആയിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ പോലും ഉറക്കമൊന്നും ഇല്ലാതെ ഇതിൻ്റെ കൂടെ ആ ഒരു പാഷൻ അങ്ങനെ മുറിയാതെ കണ്ടിന്യൂസ്ലി നിന്നതിൻ്റെയൊക്കെയാണ് ഇതിൻ്റെയൊക്കെ. അപ്പോൾ സാനു ചേട്ടനും പിന്നെ അതുപോലെ ബാക്കി ഇതിൽ വളരെ നമുക്ക് അത്ര പ്രോമിനൻ്റ് അല്ലാത്ത പോപ്പുലർ അല്ലാത്ത ഒരുപാട് ആക്ടേഴ്സ് അവിടുത്തെ കൊല്ലം എന്ന് പറയുന്ന സ്ഥലത്തെ ആ സ്ഥലത്തെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരാണെങ്കിലും ഈ സിനിമയിലെ റിവ്യൂസ് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ വന്നത് ഇതിലെ പെർഫോമൻസുകളെ കുറിച്ചാണ്. ഒരു ആക്ടറിന്റെ പെർഫോമൻസ് പോലും അപ്രീഷിയേറ്റ് ചെയ്യാതെ പോയിട്ടില്ല. എല്ലാവർക്കും അവർക്ക് കിട്ടേണ്ട റെക്കഗ്നീഷൻ ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഈ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓരോ കുഞ്ഞു റോളുകൾ ചെയ്ത ആളുകൾക്ക് പോലും പല രീതിയിലുള്ള അപ്രീസിയേഷൻസ് കിട്ടിയിട്ടുണ്ട്. അത് എല്ലാവരുടെയും പേരോ ക്യാരക്ടേഴ്സോ എടുത്ത് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അവരെല്ലാവരും അത്ര ജെന്യുവിൻ ആയിട്ട് ഈ സിനിമയുടെ ഒരു സത്യസന്ധതയ്ക്കൊപ്പം കൂടെ നിന്നതും ഈ ഹെക്റ്റിക് ആയിട്ടുള്ള ഷെഡ്യൂളുകൾക്കൊക്കെ കൂടെ നിന്നതും ഒക്കെ തന്നെയാണ് ഈ സിനിമയുടെ ഒരു വേറൊരു സൈഡ്. പിന്നെ പ്രൊഡക്ഷനിലെ രഞ്ജിത്തും ഈ പറയുന്ന പോലെ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഇതിൻ്റെ കൂടെ ആരോമൽ ഒക്കെ ആ പ്രൊഡക്ഷൻ ടീമും ഭയങ്കര കൂടെ ജ്യോതിഷയുടെ കൂടെ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നു. ആനന്ദുണ്ട്, ആനന്ദിന്റെ കാസ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ആനന്ദ് ബ്രൂണോ ഒരു കൾട്ട് ക്യാരക്ടറായിട്ട് പിന്നീട് മാറിയതാണ്. അപ്പോൾ ബ്രൂണോയും
ഈ പറയുന്ന പോലെ ഭയങ്കര എഫേർട്ട് എടുത്തിട്ടുണ്ട്. അത് ആരും വളരെ നേരെ വന്നിട്ട് സ്ക്രിപ്റ്റ് വായിച്ച് നോക്കിയിട്ട് ഇതാണ് സീൻ, ലെറ്റ്സ് ഡു എന്നും പറഞ്ഞിട്ട് ആർക്കും ഈ സിനിമ ആ ക്യാരക്ടേഴ്സ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ഹോംവർക്ക് ചെയ്ത് ഡയലോഗ്സ് ഒക്കെ പഠിച്ച് അപ്പോൾ പെർഫോം ചെയ്യുമ്പോൾ ഡയലോഗ്സിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഡയലോഗ്സിൽ കോൺഷ്യസ് ആവാതെ നമ്മളത് പെർഫോം ചെയ്യാൻ പറ്റുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേജ് എത്തുമ്പോൾ മാത്രമേ നമുക്ക് ജെന്യുവിനായിട്ട് ഒതന്റിക് ആയിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ. ആ കാര്യത്തിലൊക്കെ ഇവരെല്ലാവരും ഭയങ്കര എഫേർട്ടാണ്. ദീപക്കും ഈ പറയുന്ന കണ്ണൂരിൽ നിന്ന് വന്ന ദീപക് ഒരു കൊല്ലംകാരനായിട്ട് അഭിനയിക്കുന്നു. അപ്പൊ അതും ദീപക്കും ഭയങ്കര കൺവിൻസിങ് ആയിട്ട് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ശർമാജി അദ്ദേഹത്തിന്റെ തന്നെ ജീവിതത്തിലുള്ള കഥ കൂടിയാണ്. അപ്പോൾ ഒരു റിയൽ സ്റ്റോറി ആണെന്നുള്ളതിന്റെ ഒരു ഫാക്ടറും കൂടെ ഉണ്ട് സിനിമയ്ക്ക്. കാരണം അത് ജ്യോതിഷേട്ടനും കൃത്യമായിട്ട് അറിയാം എന്താണ് ജീവിതത്തിൽ സംഭവിച്ചതെന്നും അത് എങ്ങനെയാണ് ആ ക്യാരക്ടേഴ്സ് ബിഹേവ് ചെയ്തിരുന്നതെന്നും. അപ്പൊ അവരുടെയൊക്കെ ഡീറ്റെയിലിംഗ് ഭയങ്കര രസമായിട്ട് ജ്യോതിഷേട്ടൻ ഭയങ്കര ആ ന്യൂആൻസസ് ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് എല്ലാവരെയും കൊണ്ട് ഫുൾ ഓഫ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ആക്ടേഴ്സിന്റെ അടുത്തും അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്കുകൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രൊഡക്ഷൻ ഡിസൈനർ എന്നുള്ള അദ്ദേഹത്തിന്റെ മുൻകാല എക്സ്പീരിയൻസ് ഒക്കെ ഈ പറയുന്ന ആ സ്റ്റോറി വേൾഡ് സെറ്റ് ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളാ കൊല്ലത്ത് മരിയാനോന്റെ വീട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ കല്യാണ ഫംഗ്ഷന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ചെളി, നമുക്ക് കല്യാണ പെണ്ണിന്റെ കാലില് ചെളിവെള്ളം കയറുന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ ഡീറ്റെയിലിങ്ങുകളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ കൃത്യമായിട്ട് ആ സ്ഥലത്തെ കുറിച്ച് അറിയുകയും അതിനെക്കുറിച്ച് അത് ശ്രദ്ധിക്കാനുള്ള ഒരു ഐ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ അത് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ രീതിയിലൊക്കെ ജ്യോതിഷേട്ടൻ അത് ജീവിതത്തിൽ അനുഭവിച്ച പോലെ തന്നെ പ്രേക്ഷകർക്കും അത് ഫീൽ ചെയ്യിപ്പിക്കാനുള്ള ജ്യോതിഷേട്ടന്റെ സൈഡിൽ നിന്നുള്ള ഒരു എഫേർട്ട് പെർഫോമൻസസിലൊക്കെ റിഫ്ലക്റ്റഡ് ആണ്. പിന്നെ ഇതിന്റെ ബാക്കി ടെക്നിക്കൽ എഡിറ്റർ നിതിൻ ആരോളാണ്. നിതിനാണെങ്കിൽ പോലും ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഇന്ദോമൻ ചേട്ടനും ജസ്റ്റിനും നേരത്തെ പറഞ്ഞ പോലെ ഒരു കഥയിൽ നിന്ന് സ്ക്രിപ്റ്റിലേക്ക് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പലതരത്തിലുള്ള പോരായ്മകൾ ഉണ്ടാവും. കഥ വായിക്കുന്ന അതേ ഫീലിൽ സ്ക്രിപ്റ്റ് വരണം, ഫുൾ ഓഫ് ചെയ്യപ്പെടണമെന്നില്ല. പക്ഷെ അത് വളരെ സത്യസന്ധമായിട്ട് അവർ ഫുൾ ഓഫ് ചെയ്തു. അതേസമയം അത് എഡിറ്റിംഗ് ടേബിളിൽ അതിന് കൃത്യമായിട്ട് വേറൊരു മാനം കൊടുക്കാൻ നിതിന് ഭയങ്കരമായിട്ട് സാധിച്ചു. അത് ഒരു പോയിന്റിൽ പോലും ഈ സിനിമ കണ്ടവരാരും അഭിപ്രായത്തിൽ ഒരിക്കൽ പോലും ഈ സിനിമ ലാഗ് അടിച്ചു അല്ലെങ്കിൽ ഈ സിനിമ ബോറടിച്ചു എന്നുള്ളൊരു കമന്റ് ഇതുവരെ ആരും പറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സിനിമയ്ക്ക് ആവശ്യമുള്ള പേസിങ് കൃത്യമായിട്ട് നിതിന് ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മ്യൂസിക് സൈഡിൽ ജസ്റ്റിൻ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് ഈ പറയുന്ന പോലെ ഓരോ സിറ്റുവേഷനും അനുസരിച്ചിട്ട് ആ കഥയുടെ പേസിങ്ങും ഇമോഷണൽ ഡ്രാമയും ഈവൻ നമ്മൾ ഫൈനൽ എഡിറ്റിൽ പോലും നമുക്ക് അത്ര ഫീൽ ചെയ്യാത്ത ഒരു റൊമാൻറ്റിക് ആംഗിൾ ഉണ്ട് അജേഷും ലിജോന്റെ സ്റ്റെഫിയും തമ്മിലുള്ള ക്യാരക്ടറും തമ്മിൽ. അത് ജസ്റ്റിൻ ആണ് അതിനെ ഒന്നുകൂടെ ലിഫ്റ്റ് ചെയ്ത് കുറച്ചുകൂടെ റൊമാൻറ്റിക് ആക്കിയത്. ആക്ച്വലി അത് ജസ്റ്റിൻ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് ഒരു സാധനം കഴിഞ്ഞ ഇടയിൽ കൂടെ കിട്ടും. അത് പറയാതെ വയ്യ. അത് സിനിമയ്ക്ക് ഉണ്ടാക്കിയ ഇമ്പാക്ട് ഭയങ്കര തന്നെ മാറി. വേറൊരു തരത്തിലുള്ള പ്രണയമായിട്ട് ആൾക്കാർ അതിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് അത് എത്തിക്കാൻ പറ്റി. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ടെക്നീഷ്യൻസ് എല്ലാവരും സുധി, മേക്കപ്പ്, ഈ പറയുന്ന ഭയങ്കര റിയൽ ആയിട്ട് ആൾക്കാരെയൊക്കെ പുറത്തേക്ക് എത്തിക്കാൻ നമ്മളെ മെൽവി, കോസ്റ്റ്യൂം, അതുപോലെ പെട്ടെന്ന് ഇനിയിപ്പോൾ ആരെയും ഇനി ഇവരെ കുറിച്ചൊക്കെ ജ്യോതിഷേട്ടൻ ഒരുപാട് പറയാനുണ്ടാവും. ഞാനിവിടെ വന്നിട്ട് എല്ലാവരെയും കുറിച്ച് ഇത്ര വാചാലനാവേണ്ട കാര്യമില്ല. അതും കൂടെ അപ്പോൾ നമ്മൾ ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു ഡ്രാമ തിയേറ്ററിൽ വരുമ്പോൾ ആൾക്കാർ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറി വരാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ചിലപ്പോൾ തോന്നണമെന്നില്ല. നമ്മൾ കുറച്ചുകൂടെ അതിലൊരു എക്സ് ഫാക്ടർ എന്തെങ്കിലും പുഷ് ചെയ്താൽ മാത്രമേ ചിലപ്പോൾ തിയേറ്ററിലേക്ക് ആൾക്കാർ ആ ഒരു കൺവേർഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ നമുക്കൊരു ഭയങ്കര വെല്ലുവിളിയായിരുന്നു ഈ സിനിമ. ഇതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീലും ഭയങ്കര റസ്റ്റിക് ഫീലുള്ള ഒരു സിനിമ. ഇതെങ്ങനെ തിയേറ്ററിൽ ഇത് കൺവേർഷൻ നടക്കും? നല്ല സിനിമയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത് തിയേറ്ററിൽ എത്രമാത്രം ഇത് വർക്ക് ചെയ്യും, എത്രമാത്രം ക്രൗഡ് പുള്ള് ചെയ്യാൻ പറ്റും എന്നുള്ളത് മേജർ കൺസേൺ ആയിരുന്നു. എന്നാൽ പോലും നമ്മൾ മാക്സിമം ഇതിനെ പ്രൊമോട്ട് ചെയ്യുകയും നമ്മുടേതായിട്ടുള്ള രീതിയിലൊക്കെ എല്ലാ പ്രൊമോഷൻ, എല്ലാ ആക്ടേഴ്സും ടെക്നീഷ്യൻസും ബാക്കി ഓൺലൈൻ മാർക്കറ്റിംഗ് ടീമും പ്രൊഡക്ഷനും ഒക്കെ എഫേർട്ട് എടുത്തിട്ടാണ് അതിൻ്റെ ഒരു ഇതെത്തിയത്. തിയേറ്ററിൽ ഒരു ഹിറ്റ് എന്ന് പറയുന്ന ഒരു സ്പേസിലേക്ക് പ്രൊഡ്യൂസർ ലാഭകരമായിട്ടുള്ള ഒരു സ്പേസിലേക്ക് നമുക്ക് എത്താൻ പറ്റിയെങ്കിലും ഇതിൻ്റെ ശരിക്കുള്ള റിസപ്ഷൻ ഈ സിനിമ ഡിസേർവ് ചെയ്തുന്ന റിസപ്ഷൻ ആ സമയത്ത് നമുക്ക് ഇനി ഈ സിനിമ ആൾക്കാർ കാണാനുണ്ടല്ലോ, ഈ സിനിമ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, ഈ സിനിമ അങ്ങനെ
കാണാതെ പോകേണ്ട സിനിമയല്ല. കാരണം അത് ഭയങ്കര ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്, എഴുതപ്പെട്ടിട്ടുള്ള, ഡയറക്റ്റ് ചെയ്തപ്പെട്ടിട്ടുള്ള, അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. ഇത് കാണാതെ പോകരുതെന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പക്ഷേ OTT ഇറങ്ങിയപ്പോൾ അതാണ് നല്ല സിനിമയും സത്യസന്ധമായിട്ടുള്ള ഒരു എഫേർട്ടും ഒരിക്കലും ആരും നോട്ടീസ് ചെയ്യാതെ പോവില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം പൊന്മാൻ തന്നെയാണ്. ആ രീതിയിൽ പൊന്മാൻ തിയേറ്ററിൽ OTT ഇറങ്ങിയതിന് ശേഷം ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്യുന്നു. അതായത് ഈ പറയുന്ന റിവ്യൂസ്, എല്ലാ സ്ഥലത്തു നിന്നും റിവ്യൂസ്, നമുക്ക് മലയാളത്തിൽ നിന്ന് മാത്രമല്ല ഇതിൻ്റെ റീലുകൾ, ആ ലോഡ്ജിലെ സീനൊക്കെ തമിഴിലും തെലുങ്കിലും ഒക്കെ ആ സീൻ ഡബ് ചെയ്തിട്ട് റീലുകളായിട്ടൊക്കെ തമിഴിലും തെലുങ്കിലൊക്കെ ആക്ടേഴ്സ് നമുക്ക് വാട്സാപ്പിൽ അയച്ചു തന്നു. ഇത് ഹാവ് യു സീൻ ദിസ് എന്നൊക്കെ ചോദിച്ചിട്ട് ഞാനത് എപ്പോഴേ കണ്ടു. അപ്പോൾ ഇത് ഭയങ്കര റിലേറ്റബിൾ ആണല്ലോ. ഇത് ഇവൻച്വലി ഇത് ഒരു ഗോൾഡിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണെങ്കിൽ പോലും അജേഷിന്റെ ക്യാരക്ടർ, അജേഷിന്റെ ഫൈറ്റ്, അത് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഒരു മെജോറിറ്റിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ്സിൽ നിൽക്കുന്ന ജീവിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാരെ പ്രതിനിധാനം ചെയ്യുന്ന കറക്റ്റല്ലേ ഒരു ക്യാരക്ടറാണ്. അതല്ല അങ്ങനെ പറഞ്ഞു, ക്യാരക്ടർ എന്നുള്ള രീതിയിൽ അജേഷ് ഒരുപാട് പേർക്ക് ഭയങ്കര കൂടെ തന്നെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോഴും അല്ലെങ്കിൽ OTT ഇത് കണ്ടു കഴിഞ്ഞപ്പോഴും അജേഷ് കൂടെ അങ്ങ് പോന്നു. അപ്പം അത് ഇപ്പോൾ ഏതോ ഒരു കമ്പനി ആ സമയത്ത് ആരോ എനിക്ക് അയച്ചു തന്നതാണ്. ആ കമ്പനി അവരുടെ എംപ്ലോയീസിന് എല്ലാവരെയും കൂടെ ഒരു ബൾക്ക് ബുക്കിംഗ് ചെയ്തിട്ട് ആ കമ്പനി അവരെ മൊത്തം ഈ സിനിമ കൊണ്ടുപോയി തിയേറ്ററിൽ കൊണ്ടുപോയി കാണിച്ചായിരുന്നു. കാരണം അത് അവർക്കൊക്കെ ഭയങ്കര പോസിറ്റീവായിരുന്നു ആ സിനിമ കണ്ടതിന് ശേഷം. അത് ഫൈറ്റ് ചെയ്യുക, സർവൈവലിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രഗിൾ ആണല്ലോ. അപ്പം അതിൽ ഒരു ഹീറോയിസം ഉണ്ട്, അതിലൊരു എന്താ പറയുക, ഒരു മാസമുണ്ട് ഈ പറയുന്ന. പല റിവ്യൂസിലും അതൊക്കെ വായിച്ചായിരുന്നു. അത് ശരിക്കും മാസ് അജേഷിന്റെ ക്യാരക്ടറാണ്. അജേഷാണ് ഈ പറയുന്ന വലിയ മസിലോ ശരീരമോ ഒന്നുമല്ല, ഈ മനസ്സിലാണ് ശരിക്കുള്ള മാസ് എന്ന് പലരെയും തോന്നിപ്പിച്ച ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ OTT ഇറങ്ങിയതിന് ശേഷം ഈ സിനിമ ശരിക്കും ഡിസേർവ് ചെയ്ത ആൾക്കാരിലെത്തി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. ഇന്ന് അതിൻ്റെ ഭാഗം കൂടെ ആയിട്ടാണ് നമ്മളൊരു സക്സസ് സെലിബ്രേഷൻ എന്നുള്ളൊരു പോയിന്റിൽ ഇവിടെ വന്നിങ്ങനെ ഒരു ജേർണി, ശരിക്കും അതിനൊരു ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ദിവസം എന്നുള്ള രീതിയിൽ ഒരുപാട് അഭിമാനിക്കുന്നു. എല്ലാവർക്കും ഇതിൻ്റെ കൂടെ സഞ്ചരിച്ച് ഇവിടം വരെ എത്തിച്ച എല്ലാവരോടുള്ള നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച് ബേസിൽ. ആ പറഞ്ഞതൊരു പോയിന്റ് ആണ് കേട്ടോ. ഒരു സിനിമയിൽ മാസ് കാണിക്കേണ്ടത് ഫിസിക് കാണിച്ച് മാത്രം ആവണമെന്നില്ല, ശക്തമായിട്ടുള്ളൊരു മെസ്സേജ് കാണിക്കാനായി ദീപകിനെ. എല്ലാവർക്കും നമസ്കാരം. സത്യത്തില് വളരെ ചെറിയ വേഷമെന്നാണ് ഞാൻ ഈ സിനിമയിൽ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പടം തിയേറ്ററിൽ ഇറങ്ങി OTT റിലീസായി ആൾക്കാർ കാണുന്ന സമയത്ത് എല്ലാവരും പറയുന്നു പൊന്മാൻ കണ്ടു, നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട് ക്യാരക്ടർ എന്ന്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇത്രയും വലിയ ക്യാരക്ടറാണെന്ന്. പിന്നെ അതുമല്ല, ചില ഷോട്ടൊക്കെ എടുത്തു അവസാനം ആ കർത്താവിന്റെ നോട്ടം ഭയങ്കര രസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു പടത്തില് ഭയങ്കര നല്ല സിനിമയാണെങ്കിൽ അതിലൊരു ഷോട്ട് മതി ആൾക്കാർ തിരിച്ചറിയാന്നുള്ളത് ഈ സിനിമ എനിക്ക് മനസ്സിലാക്കി തന്നു. ശരിക്കും ഇത് ഞാൻ അങ്ങോട്ട് ചോദിച്ചു വാങ്ങിച്ചൊരു സിനിമയാണ് ജോഷേട്ടൻ്റെ അടുത്ത്. കാരണം സിനിമയിൽ വരുന്നതിന് മുമ്പ് ഒരുപാട് ചാൻസ് ചോദിച്ചിട്ട് ഞാൻ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം സിനിമ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ ചെറിയ സിനിമകളൊക്കെ ചെയ്യുന്നു, കുറച്ച് കുഴപ്പമില്ലാത്ത പൈസയൊക്കെ കിട്ടി. പിന്നെ എനിക്ക് ചാൻസ് ചോദിച്ചിട്ട് പടത്തിൽ അഭിനയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ തരുമോ എന്നുള്ള ഡൗട്ടായി. ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ട് അഭിനയിച്ച ചിലപ്പോൾ പൈസ തരൂല്ല എന്നുള്ളൊരു ഡൗട്ട് ചോദിക്കാൻ മടിയായി. പിന്നെ ഇപ്പൊ എന്റെ കല്യാണത്തിന്റെ തൊട്ട് മുന്നേ ഞാനിങ്ങനെ ആലോചിച്ചപ്പം കല്യാണത്തിന് കുറച്ച് പൈസ വേണം. അതിനു മുന്നേക്കെ എന്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകാനുള്ള പൈസയൊക്കെ എന്റെ കയ്യിലുണ്ട്. അപ്പൊ പിന്നെ കുഴപ്പമില്ല, അങ്ങനെ പോയിക്കോളും, പടം വരുമ്പം ചെയ്യാം എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. പക്ഷെ കല്യാണം എടുത്തപ്പം പടമില്ല, പൈസയും ഇല്ല എന്നുള്ള അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പരിചയമുള്ള കുറെ സിനിമാക്കാരൊക്കെ വിളിച്ചു, എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പറയണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, എന്തെങ്കിലും സിനിമയിൽ എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടെങ്കിൽ പറയണം എന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. കാരണം ആവശ്യമാണ് നമ്മളെ ചോദിപ്പിക്കാന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെ ഞാൻ ജോഷേട്ടൻ്റെ അടുത്ത് വിളിച്ചു. അപ്പൊ ജോഷേട്ടൻ പറഞ്ഞത് ഓൾറെഡി ആയി, കൊല്ലത്തുള്ള കുറെ പുതിയ ആൾക്കാരൊക്കെയാണ് അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു. ബേസിലുണ്ടെന്ന് എനിക്കറിയാം, സജിനുണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഒരു പ്രതീക്ഷയില്ലാണ്ട് നിൽക്കുന്ന സമയത്താണ് എൻ്റെ അടുത്ത് ഒരു ദിവസം വിളിച്ചത്, ഒരു ഫോട്ടോ അയച്ചു തരുമെന്ന് ചോദിച്ചു. അപ്പൊ എന്തോ ഭാഗ്യത്തിന് ഞാൻ കുറച്ച് മുടി വളർത്തി വെക്കുന്ന സമയമായിരുന്നു. ഒരു പണിയിലാണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ വളരുന്ന മുടിയാണ്. അപ്പൊ അങ്ങനെ വളർന്ന് അപ്പൊ അത് അയച്ചെടുത്തപ്പോൾ പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാവും കർത്താവിന് കുറച്ച് മുടിയുണ്ട്, അപ്പൊ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു.
ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഈ മുടീൻ്റെ മുകളിൽ വലിയൊരു മുടി വേറെ വെച്ചു വന്നു. അപ്പം പിന്നെ സാനിച്ചേട്ടൻ കണ്ടിട്ടുണ്ട് ഇത് എന്താ കോലെന്നൊക്കെ ചോദിച്ചു. അവസാനം സാനിച്ചേട്ടൻ ഇരുന്ന് കേളിയിപ്പിച്ചു. അങ്ങനെയാണ് കർത്താവായിട്ട് അഭിനയിച്ചത്. പക്ഷെ സന്തോഷമുണ്ട്, ആ സിനിമ ഭയങ്കര സക്സസ് ആയി, ആൾക്കാർ തിരിച്ചറിയുന്നു. ആ സിനിമ കാരണം കുറച്ച് സിനിമകളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇനിയും സിനിമകൾ സംഭവിക്കുമെന്ന് വിചാരിക്കുന്നില്ലെങ്കിൽ ഞാൻ ചാൻസ് ചോദിക്കും. ഇനി ആവശ്യങ്ങൾ വരുന്നുണ്ട് അല്ലേ? അപ്പൊ എന്തായാലും സന്തോഷം. അതല്ല അതായില്ല, അല്ല ആവശ്യം വരുമല്ലോ. എല്ലാവർക്കും ഈ സിനിമയിലെ ജീവിതവുമായി റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച് ദീപക്. ബൈ ദ വേ, എല്ലാവർക്കും നമസ്കാരം. പൊന്മാൻ എന്നുള്ള സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങുന്നത് മുതൽ ഒരു സിനിമയുടെ കണ്ടന്റ് ഇറങ്ങുന്നതിൽ ഡയറക്ടർ കാണിച്ചിട്ടുള്ള ഒരു വൃത്തിയുണ്ട്, അതിൻ്റെ ഒരു ഐഡിയോളജി അന്ന് മുതൽ ശ്രദ്ധിച്ചിട്ടുള്ള സിനിമയാണ്. സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട വസ്തുവായ പ്രൊഡക്ഷൻ ഡിസൈൻ എന്നുള്ള സ്ഥാനത്ത് നിന്ന് സക്സസ്ഫുൾ ആയിട്ട് ഒരു ഡയറക്ടർ ആവുക എന്ന് പറയുന്നത് ഒരിക്കലും ചെറിയൊരു കാര്യമല്ല. അത് വലുതാണ്. മലയാള സിനിമയിൽ ഏത് നടൻ്റെ ഡേറ്റ് കിട്ടുന്ന ഒരു ഡയറക്ടറായി ജോഷ് മാറിയതിൽ സന്തോഷം. അത് എല്ലാവരും പറഞ്ഞതിൽ നിന്ന് തന്നെ ഒരു സിനിമ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ എളുപ്പമായിരിക്കും, ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുമായിരിക്കും, എന്തു ചേട്ടനൊക്കെ ഉള്ളത് കൊണ്ടൊക്കെ തന്നെ. പക്ഷെ അത് സക്സസ്ഫുൾ ആക്കുക എന്ന് പറഞ്ഞാൽ അത് കഴിവ് തന്നെയാണ്. അത് വലിയ ഡയറക്ടേഴ്സിൻ്റെ പട്ടികയിൽ പതൻ സാറാണ് അതിനു മുമ്പ് പല ആർട്ടിൽ വർക്ക് ചെയ്തിട്ടുള്ള പല ആളുകളും ഡയറക്ടേഴ്സ് ആയിട്ടുണ്ട്. വലിയ ലെവലിലായിട്ട് ജ്യോതിഷിൻ്റെ യാത്ര നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം പെർഫോമൻസുകളെല്ലാം ബേസിൽ സച്ചിൻ, ലിജോ, ദീപക്, ആനന്ദ് എല്ലാവരും ഭയങ്കര രസമുള്ളൊരു സിനിമയായിരുന്നു. ഞാൻ എൻജോയ് ചെയ്തൊരു സിനിമയായിരുന്നു. പിന്നെ ഇന്ദു ചേട്ടൻ്റെ കഥാപാത്രങ്ങൾ എന്താ പറയുക, അങ്ങനെ ഒരു വായിച്ചപ്പോഴൊക്കെ തോന്നിയിട്ടുള്ള അഭിനയിക്കണം എന്ന് ആഗ്രഹമുള്ള പല വേഷങ്ങളുണ്ട്. അത് ഒരു ആഗ്രഹം ഈ അജീഷിൻ്റെ കണ്ടപ്പോൾ പോലും അത്രയും ഡീറ്റെയിലിംഗ് ഉള്ള എഴുത്തായിരുന്നു രണ്ടുപേരും എഴുതിയത്. ആ സിനിമയ്ക്ക് ഈ ഒരു വിജയം സമ്മാനിച്ചത് പ്രേക്ഷകനാണ്, അത് തിരിച്ചറിവാണ്. അത് പ്രൊഡ്യൂസ് ചെയ്ത അജിത്തേട്ടൻ, അത് വളരെ അടുത്തൊരു സുഹൃത്താണ് അജിത്തേട്ടൻ, ടീം അജിത് വിനായക ഫിലിംസ് ടീംസ് എല്ലാവരും. സന്തോഷം എന്നെ വിളിച്ചതിലും ഇവിടെ വരാൻ പറ്റിയതിലും. താങ്ക് യു സോ മച്ച്. കാര്യമായിട്ടൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. എന്നോട് ഇത്രയും പറഞ്ഞാൽ മതി. ഈ ഒരു നോവല് എല്ലാരും വായിച്ച നോവല് ഇവിടെ കുറെ പേരൊക്കെ വായിച്ചിട്ടില്ലേ? ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു നോവല് സിനിമയാക്കാൻ പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി അല്ലേ? കാരണം ആ കഥയുടെ അതിന്റെ ഒരു സാരാംശമോ അതിന്റെ ഒരു ഇമോഷനോ ഒന്നും കുറയ്ക്കാതെ എന്നാൽ സിനിമാറ്റിക് എലമെന്റ്സ് എല്ലാ രീതിയിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു സിനിമ. അതായിരുന്നല്ലോ ജോഷിയുടെ പറഞ്ഞത്, അതല്ലേ പറഞ്ഞത്? സംവിധായകൻ അതാണോ പറഞ്ഞത്? തീർച്ചയായിട്ടും. അപ്പൊ പറയോ എങ്ങനെയാ അതിലേക്ക് വന്നത്? ഇത്ര മികച്ച ഒരു തിരക്കഥ. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ലൊരു ബുക്കാണ് എൻ്റെ മുമ്പിലേക്ക് സിനിമയാവാനായിട്ട് എത്തിയത്. അതിലെ കഥാപാത്രങ്ങൾ തന്നെ അതിൻ്റെ കഥയെ കൃത്യമായിട്ട് നയിക്കുന്നുണ്ട്. അതിനെ കൃത്യമായിട്ട് കേറ്റർ ചെയ്ത് വിടുക എന്നുള്ള ജോലി മാത്രമേ നമുക്ക് പിന്നീട് ചെയ്യേണ്ട വന്നിട്ടുള്ളൂ. സോ അത് വലിയൊരു ടാസ്ക് ആയിട്ട് ഇപ്പം ആലോചിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ഒന്ന് പാളിയിരുന്നെങ്കിൽ ചിലപ്പം കരിയർ തന്നെ നശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നതിനെന്ന് ഇപ്പൊ ഓർക്കുമ്പോൾ അതെ. അപ്പം വേറെ കൂടുതൽ പറയാൻ ഞാൻ പറഞ്ഞില്ലേ, ഇനി ഇങ്ങനെ ഒരു നോവലോ വല്ലതും കിട്ടുകയാണ് വളരെയധികം ഹിറ്റ് ആയിട്ടില്ല. ഇപ്പൊ സാഹിത്യ അക്കാദമി അവാർഡ്സ് പ്രഖ്യാപിച്ചു, കേന്ദ്രത്തിന്റെ അവാർഡ് പ്രഖ്യാപിച്ചു. അതിൽ ഏതെങ്കിലും ഒരു നോവൽ കിട്ടിയിട്ട് ജസ്റ്റിനോട് തിരക്കഥയാക്കും എന്ന് പറഞ്ഞാൽ? ആക്ച്വലി ഈ പൊന്മാൻ ഇറങ്ങിയ ശേഷം എനിക്ക് ഒരുപാട് എൻക്വയറീസ് ആ ഒരു ബേസിൽ തന്നെ വരുന്നുണ്ട്. ഞാൻ പിന്നെ അത് അങ്ങനെ പിടിച്ചിട്ടില്ല. പിന്നെ ഇതുപോലെ എന്നെ നമ്മളെ ഇത്ര ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന ക്യാരക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറപ്പായിട്ടും അത് ചെയ്തിരിക്കും. ബട്ട് ഇപ്പോഴത്തെ അവസ്ഥയിലില്ല, സ്വന്തം പടങ്ങളായിട്ട് പോകാന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ഈ സിനിമ ഇത്ര നന്നായിട്ട് നമ്മളിലേക്ക് എത്താനുള്ള കാര്യം ഇതിന്റെ റൂട്ട് മനസ്സിലാക്കി ഇത് ഗ്രൗണ്ടഡ് ആയിട്ട് ചെയ്യാൻ കഴിവുള്ളൊരു ഡയറക്ടർ ഉള്ളതുകൊണ്ടാണ്. അത് ഞാൻ ജ്യോതിഷേട്ടനോട് കൃത്യമായിട്ട് അതിന് നന്ദി പറയുന്നു. ഈ സിനിമ ഇത്ര നന്നായിട്ട് ചെയ്തെടുത്തതിന്, ഇന്ദു ചേട്ടനോട് ഈ നല്ല ക്യാരക്ടേഴ്സ് തന്നതിനും അഭിനയിച്ച എല്ലാവരോടും ഇത് നന്നായി പെർഫോം ചെയ്തതിനും ഞാൻ നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു ജസ്റ്റിൻ. അടുത്ത സിനിമയിൽ വരുന്നത്, സോ
ഈ ഷിഫ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ട് വേണം അടുത്ത അല്ലെ ഈ കഥാപാത്രം ചെയ്യേണ്ടിയിരുന്നത് അല്ലേ? ഇതിനു മുൻപ് ചെയ്തിരുന്ന കഥാപാത്രത്തിന്റെ മാനറിസംസ് ഒന്നും പിടിക്കാൻ പറ്റില്ല. അപ്പൊ ടോട്ടലി ആ കഥാപാത്രത്തെ മറന്നിട്ട് വേണമായിരുന്നു ഇത് ചെയ്യാനായിട്ട് അല്ലേ? ടോട്ടലി ഡിഫറെന്റ് അല്ലേ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആവേശം റിലീസായിട്ടില്ല, അതിനുശേഷം ചെയ്ത സിനിമയാണ്. അപ്പോൾ അതിൽ ഹ്യൂമറാണ്, അതിലൊരു സീരിയസ് പരിപാടിയാണ്, അത്രയും ഇതുള്ളൂ. വളരെ സന്തോഷമുണ്ട് ഈ വേദിയിൽ നിൽക്കാൻ പറ്റിയത്. ഒരു നോവല് സിനിമയായി മാറുകയും അത് ഹിറ്റാവുകയും ചെയ്യാന്നുള്ള ചെറിയൊരു കാര്യമില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയ ഒരു ക്യാരക്ടറാണ് മരിയാനോ. അത് എന്നെ വിശ്വസിച്ചേൽപ്പിച്ച ജ്യോതിഷേട്ടന് നന്ദി, ഇന്ദുവൻ ചേട്ടന് നന്ദി. അതുപോലെ തന്നെ എൻ്റെ ഒപ്പം വർക്ക് ചെയ്ത കോ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ബേസിൽ, ആനന്ദ് മന്മഥൻ, ലിജോ മോൾ, അവർക്കൊക്കെ നന്ദി. ഒരുപാട് സന്തോഷമുണ്ട്. എനിവേ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് സജൻ, താങ്ക് യു സോ മച്ച്. ഈ സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ. ഹലോ, നമസ്കാരം. താങ്ക് യു. ഞാൻ കുറച്ച് ആൾക്കാരെ ഇവിടെ ഇറക്കിയിട്ടുണ്ട് കൈയടിക്കാൻ വേണ്ടി. എന്തായാലും സന്തോഷം. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വേദിയിൽ ഒരു സക്സസ് മീറ്റിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടൊരു ബലകം വാങ്ങിക്കാൻ വന്നത് ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട്. പിന്നെ സംസാരിക്കാനൊന്നും അങ്ങനെ വലിയ പിടിയൊന്നുമില്ല. പക്ഷേ എനിക്ക് ഈ സിനിമ ബുക്ക് കോവിഡ് സമയത്ത് ആ സമയത്ത് ഇറങ്ങിയപ്പോഴത്തേക്കും വായിച്ചിട്ട് നമ്മൾ ഒരു ആക്ടറാണല്ലോ, അപ്പോൾ നമ്മൾ സ്വപ്നം കാണല്ലോ ഏത് ക്യാരക്ടർ ചെയ്യണമെന്നൊക്കെ ഉള്ളൂ. അങ്ങനെ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറായിരുന്നു ബ്രൂണോ. അത് എന്നിലേക്ക് എന്നെ എത്തി. അത് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ബേസിൽ ബ്രോയോട് അഭിനയിക്കാൻ പറ്റി. എൻ്റെ ആദ്യത്തെ ബ്രേക്ക് ജയ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ബ്രേക്ക് കണ്ടത് അതുപോലെ തന്നെ ബേസിൽ ബ്രോയുടെ പടമായിരുന്നു പൊന്മാൻ. ജ്യോതിഷേട്ടൻ്റെ കൂടെയും പേരെടുത്ത് പറയുന്നത് എനിക്ക് ഏറ്റവും വലിയ എൻ്റെ അകത്തുള്ള ഒരു ഹൈ കിട്ടിയ മൊമെന്റ് എന്ന് പറയുന്നത്, ഞാൻ സാനുചേട്ടനെ ചീത്ത വിളിക്കുന്ന ഒരു സീനുണ്ട് എൻ്റെ അകത്ത്. അതാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് കിട്ടിയ ഏറ്റവും വലിയ ഹൈ. സാനുചേട്ടൻ ആദ്യമായിട്ട് അഭിനയിച്ചത് ഇതിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് ഞാൻ സാനുചേട്ടനെ ചീത്ത വിളിക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഹൈ കിട്ടിയ ഒരു പരിപാടിയായിരുന്നു. കാരണം ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ഒരു വ്യക്തിയോട് വർക്ക് ചെയ്യാൻ പറ്റി, അദ്ദേഹത്തെ ചീത്ത വിളിക്കാൻ പറ്റി എന്നുള്ളതിലും സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി. സച്ചിനായാലും ലിജോ ആയാലും ദീപക്കായാലും സന്ധ്യ ചേച്ചി ആയാലും എല്ലാ നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ഭയങ്കര മൊമെന്റ്സ് ഉള്ള അല്ലെങ്കിൽ ഭയങ്കര മെമ്മറിയുള്ള ഒരു സിനിമയാണ്. ബാക്കി എല്ലാ ടെക്നീഷ്യൻസിനും എല്ലാവർക്കും നന്ദി. താങ്ക് യു. പിന്നെ ഒരു റിക്വസ്റ്റും കൂടെ ഉണ്ട്. ഈ വേദി ഞാൻ ഉപയോഗിക്കുകയാണെന്ന് വിചാരിക്കില്ല. ഞാനും കൂടെ എഴുതിയ ഒരു സിനിമ, ഒരു ചെറിയ സിനിമ ഇപ്പോൾ ഒരു OTT-ൽ വന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥി ശ്രീകണ്ഠനാണ് പേര്. പറ്റുമെങ്കിൽ അതൊന്നും എല്ലാവരും കാണണം. ചെറിയ സിനിമ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എല്ലാവരും കാണാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച് ആനന്ദ്. ജോശങ്കറാണ്. കാരണം തൊണ്ടിമുതലി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് പ്രീ പ്രൊഡക്ഷനൊക്കെ വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഷൂട്ട് തുടങ്ങിയ സമയത്ത് രണ്ടാമത്തെ ദിവസം തന്നെ റോഡ് ബ്ലോക്ക് ചെയ്യാൻ നിർത്തി. അപ്പം അത്രയും പോലീസായിരുന്നു ഞാൻ. ആ ഈഗോ ഒക്കെ വെച്ചിട്ട് ഞാൻ നിർമ്മാതാക്കളുടെ ഒരാൾ വന്ന് തമാശ പറഞ്ഞാണ്, നിനക്ക് യൂണിഫോം ഇട്ടുകൊണ്ടിരുന്ന ആൾക്കാർ കേൾക്കുമല്ലോ എന്ന് പറഞ്ഞു. അപ്പം എനിക്കത് ഫീൽ ചെയ്തു. ഞാൻ പെട്ടെന്ന് മോശമായിട്ട് പെരുമാറി, അവരോട് ചൂടാവാൻ തുടങ്ങി. അപ്പം നേരെ ജ്യോതിശങ്കറും സജീവ് പാടും രണ്ടുപേരും കൂടെ എന്നെ പിടിച്ചോണ്ട് പോയിട്ട് മാറ്റി നിർത്തി പറയുന്നുണ്ട്, സിനിമയെ നിനക്ക് ആവശ്യമില്ല, നിനക്ക് വേണേൽ സിനിമയിൽ നിന്നാൽ മതി എന്ന് പറഞ്ഞ് ഒരു അരമണിക്കൂർ ഉപദേശമായിരിക്കാൻ ചിലപ്പോൾ ഞാൻ പിന്നീട് ഡയറക്ടർ ആകാൻ കാരണം. അല്ല, ഞാനൊന്ന് വിട്ടിട്ട് പോകേണ്ടതായിരുന്നു. എന്തായാലും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഈ റോന്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഭരദ്വാജരംഗനുമായിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു 98 വർഷമായിട്ടൊക്കെ. ആ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം സംസാരിച്ചപ്പോൾ ഭരദ്വാജരംഗൻ പറഞ്ഞത് പൊന്മാനാണ് പുള്ളിക്ക് അതുവരെ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയെന്ന് വ്യക്തിപരമായി പറഞ്ഞു. വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. വ്യക്തിപരമായി പറഞ്ഞത് ഇപ്പൊ പബ്ലിക്കായി. അടുത്തതായി കിട്ടെ. ഒരുപാട് കഷ്ടപ്പെട്ടാണ് പൊന്മാൻ ചെയ്തത്. ഇങ്ങനൊന്നും സംസാരിക്കണമെന്നും അറിയില്ല. ഒന്ന്. രണ്ട്, ഈ ഒരു സിനിമ ചെയ്യണ ഒരു ആഗ്രഹം മനസ്സിൽ വന്നിരുന്നു. അപ്പം കലാസംവിധാനം നടന്ന സമയത്ത് ഒരു സിനിമ ചെയ്യണ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്, എടാ ഞങ്ങൾ കുറേ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്, നമ്മുടെ 4 ചെറുപ്പക്കാരായിരിക്കുന്നവരെല്ലാം ഈ കഥയിലെ ആൾക്കാരായിരിക്കുന്നു മൊത്തം. അപ്പം ഞങ്ങൾ തെണ്ടി നടന്ന കാലത്ത് ഞങ്ങളുടെ അനുഭവങ്ങൾ സിനിമയാക്കിക്കൂടെ എന്നൊരു സുഹൃത്ത് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ തപ്പി തേടി ഇന്ദുവൻ ചേട്ടനെ കാണാൻ ചെല്ലുന്നത്. അപ്പോൾ ഇന്ദുവൻ ചേട്ടൻ ചെന്ന് ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് ഇടപെടടിച്ച്, കഥയില്ല, എഴുതാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒഴിവാക്കി. ഞാൻ പിന്നെ ചേട്ടനെ വിളിക്കും, ചേട്ടൻ്റെ
പോവും. അപ്പം കോവിഡ് വന്നു. അപ്പോൾ ഞങ്ങളുടെ കഥകൾ മുഴുവൻ, ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഞങ്ങളുടെ അനുഭവങ്ങൾ മുഴുവൻ, ഞങ്ങളുടെ കഷ്ടപ്പാട്, ഞങ്ങളുടെ സങ്കടങ്ങൾ, ഞങ്ങളുടെ പോരായ്മകൾ, ഞങ്ങളുടെ എന്തൊക്കെയാ ഉള്ള അതെല്ലാം ഇന്ദുവാചേട്ടനോട് പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പോൾ ഇന്ദുവാചേട്ടൻ പറഞ്ഞതിനകത്ത് കഥയൊന്നുമില്ല ജോഷി വേറെ ആരെങ്കിലും നോക്കെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയില്ല ചേട്ടാ, ഇതൊരു കൊല്ലത്ത് നടക്കുന്നൊരു കഥയാണ്, അപ്പോൾ ഒരു കൊല്ലംകാരൻ എഴുതണമെന്ന് പറഞ്ഞു. അതിൽ പുള്ളി ഒന്ന് അനങ്ങി. ഇന്ദുവാചേട്ടൻ കൊല്ലത്ത് എന്ത് കഥ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെല്ലാം നടന്നത് കൊല്ലത്താണ്. അപ്പോൾ പുള്ളി പറഞ്ഞപ്പോൾ പുള്ളിയുടെ സുഹൃത്തുക്കളൊക്കെ എൻ്റെയും സുഹൃത്തുക്കളാണ്. ആ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് ഈ കഥാപാത്രങ്ങളും. നമ്മുടെ ബാസ്റ്റിൻ, മറുതാലാലു എന്ന് പറയുന്നതെല്ലാം ഈ ഒറിജിനൽ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരൻ എഴുതാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ആവേശത്തോടെ ഇരിക്കുന്ന സമയത്താണ് കോവിഡ് വരുന്നത്. പിന്നെയും പോയി. അദ്ദേഹത്തെ പിന്നെ 2 വർഷം കഴിഞ്ഞാൽ കാണുന്നത്. എന്നാലും ഞാൻ വിളിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഇടയ്ക്കൊക്കെ പറയും ജോഷേ നമുക്ക് നോക്കാമെന്നൊക്കെ പറയും. അങ്ങനെ ഒരു ദിവസം ഇന്ദുചേട്ടൻ പറഞ്ഞ് ജോഷേ ഞാനൊരു സാധനം അയച്ചു തന്നിട്ടുണ്ട്, ജ്യോതിഷം ഒന്ന് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് എനിക്ക് പ്രിൻ്റ് അടിക്കാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ മൊബൈലിൽ അത് വായിച്ചിട്ട് എനിക്ക് ഒരു 13 പേജായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. 13 പേജ് വായിച്ചിട്ട് എൻ്റെ കണ്ണിൽ കൂടെ വെള്ളം വന്നു. അപ്പം തന്നെ ഞാൻ സാനുചേട്ടൻ്റെ ഇടയ്ക്ക് വിളിച്ചു, സാനുചേട്ടാ ഇന്ദുചേട്ടൻ്റെ കഥ വന്നിട്ടുണ്ട്, നിങ്ങൾ ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പം ഇദ്ദേഹം പറഞ്ഞ് കഥ കൊള്ളാമെങ്കിൽ ഞാൻ ചെയ്യാൻ ചോദിച്ചായിരുന്നു. പ്രതീക്ഷയില്ലായിരുന്നു. കോവിഡ് സമയത്ത് ബൈക്കെടുത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അവിടെ ചെന്ന് കഥ കൊടുത്ത് തിരിച്ചു പോന്നു. വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ജോയിഷേ ഞാൻ ഈ സിനിമ ചെയ്യാം. അപ്പം അദ്ദേഹം ആർക്കറിയാം സിനിമയുടെ തിരക്കഥ എഴുതുന്ന സമയമായിരുന്നു വീട്ടിൽ ഇരുന്ന്. അപ്പം സാനിച്ചേട്ടനായി, ഇന്ദുചേട്ടനായി, സാനിച്ചേട്ടനായി, ഇനി ഒരു നടനെ വേണം. അങ്ങനെ അന്വേഷിച്ച് 1-2 നടന്മാരുടെ പുറകെ പോയി. അവർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അവർ എന്തോ സംഗീത കാരണങ്ങൾ ചെയ്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ബേസിൽ വരുന്നത്. ഇപ്പം ഞാൻ ഹൈദരാബാദിലൊരു തെലുങ്ക് പടത്തിൻ്റെ ഷൂട്ടിലായിരുന്നു. അവിടുന്ന് ഞാൻ ബെന്നി കട്ടപ്പനെ വിളിച്ചു പറഞ്ഞു, ബെന്നി ആ പുസ്തകം എടുത്തൊന്ന് ബേസിൽ കൊടുക്കുമെന്ന് ചോദിച്ചു. ബെന്നി എന്തോ നല്ല കാലത്തിനും നല്ല സമയത്തും അതുള്ളതുകൊണ്ട് സിനിമ ഉണ്ടായി. ആ ബുക്ക് എടുത്ത് ബേസിലിനെ ഏൽപ്പിച്ചു. ബേസിൽ ചെയ്യാമെന്ന് ഏറ്റു. അപ്പം രഞ്ജിത്ത് കർണാകനാണ് പറയുന്നത്, എടാ ഉഗ്രൻ കഥയാണ്, നീ അത് എനിക്ക് തന്നാൽ ഞാൻ അജിത്ത് വിനായകയെ കൊണ്ട് സിനിമ ചെയ്തു തരാം എന്ന് പറയുന്നു. ആ വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ അജിത്ത് വിനായകയിൽ എത്തുന്നു. അങ്ങനെ പൊന്മാൻ ഉണ്ടായി. പിന്നെ സജിത്, ലിജോ മോള്, ഇരിക്കുന്ന ആനന്ദ്, എല്ലാ ആൾക്കാരും ചേർന്നാണ് പൊന്മാൻ. എൻ്റെ മാത്രം കഴിവല്ല. എന്തായാലും ഇവിടം വരെ എത്തിയ സന്തോഷം. ആദ്യം എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഓൾറെഡി ബേസിൽ കുറേ നേരം നിന്ന് കുറേ സമയമെടുത്ത് ഈ സിനിമ ഉണ്ടായ കഥ പറഞ്ഞു. ഇന്ദുഗോപൻ ചേട്ടനായിക്കോട്ടെ അല്ലെങ്കിൽ ജ്യോതിഷേട്ടനായിക്കോട്ടെ എല്ലാവരും സിനിമ ഉണ്ടായ കഥ പറഞ്ഞു. അപ്പോൾ എനിക്കിനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഈ ഒരു അവസരം, ഈ ഒരു സിനിമയിൽ സ്റ്റെഫി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ അവസരം തന്ന ജ്യോതിഷേട്ടൻ, ഇന്ദുഗോപൻ ചേട്ടൻ, എൻ്റെ എല്ലാ ടീമംഗങ്ങൾക്കും നന്ദി പറയാൻ മാത്രമാണ് ഈ ഒരു വേദി ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അതേപോലെ കുറേ കാലത്തിന് ശേഷം പൊന്മാനിലെ എല്ലാ ടീമംഗങ്ങളെയും കാണാൻ സാധിച്ചു എന്നുള്ളൊരു സന്തോഷം കൂടി പങ്കുവെക്കുന്നു. താങ്ക് യു. താങ്ക് യു. പൊന്മാൻ എന്ന സിനിമ തിരക്കഥാ രൂപത്തിൽ വായനക്കാരുടെ മുന്നിലേക്ക് എത്തുകയാണ്. ആ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഈ സിനിമയുടെ സംവിധായകൻ ശ്രീ ജ്യോതിഷ് ശങ്കറും ഇവരോടൊപ്പം ചേരുകയാണ്. പൊന്മാൻ കവർ പ്രകാശനം കൂടിയാണ്. കവർ പ്രകാശനവും പുസ്തക പ്രകാശനവും ഒരുമിച്ചാണ്. ഇതുപോലൊരു വേദിയിലല്ലാതെ എവിടെയാണ് നമ്മൾ ചെയ്യുക, അല്ലേ? So all the very best. Thank you so much. വേദിയിലേക്ക് അടുത്തതായി സ്വാഗതം ചെയ്യും.
ലിജോയെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ്. സജിൻ ഗോപു, ലിജോ മോൾ, സിനിമയുടെ അവിഭാജ്യ ഘടകങ്ങളാണ് നിങ്ങളൊക്കെ. ഒപ്പം ദീപകിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Justin Matthew, please come on to the stage. തിരികൾ അത്രേ ഉള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ സ്റ്റേജിൽ ഇങ്ങനെ ഒരു മഹനീയമായിട്ടുള്ള ഒരു ചടങ്ങിന്റെ സാന്നിധ്യമാവുക എന്നുള്ളതാണ് വലിയ കാര്യം. Thank you so much. Thank you so much. സിനിമയുടെ ഇതുപോലൊരു ചടങ്ങിന് പിന്നിലേക്ക് നിൽക്കുന്ന സിനിമാക്കാരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. സാധാരണ ക്ലാസ് റൂമിലൊക്കെയാണ് അങ്ങനെ കാണുക. വിളിച്ചു കഴിഞ്ഞാൽ പുറകിൽ ആദ്യം നീ എന്ന് പറയണത്. എന്തായാലും സന്തോഷം. ഈ സന്തോഷത്തിനായിട്ട് ഒരു ചെറിയ ഒരു ത്രോ ബാക്ക് എന്നൊക്കെ പറയില്ലേ നമ്മൾ. നമസ്കാരം. ഇപ്പൊ ജോയിഷ് പറഞ്ഞതിനപ്പുറത്ത് പ്രത്യേകിച്ച് പറയാനത്, പക്ഷെ ജോയിഷ് പറയാതെ പോയൊരു കാര്യമുണ്ട്. ജോയിഷിനെ കാണുന്ന കാഴ്ചയാണ് ഈ പടത്തിലെ മറുത ക്യാരക്ടർ. ഇതാർക്കും അറിയത്തില്ല. അപ്പൊ മറുതയുടെ ടൈമിങ്ങിന്റെ മേളിലാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സമയം എടുത്തേക്കുന്നത്. കാരണം മറുത എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും മറുത വർക്കാകത്തില്ല. കാരണം അങ്ങനല്ലല്ലോ. ഞാൻ ഈ കഥയുടെ കൂടെ, ഈ പടത്തിന്റെ കൂടെ ഞാൻ കുറെ തുടക്കം മുതലേ യാത്ര ചെയ്ത് ഇതിന്റെ ഒരു പോക്ക് കണ്ട്, പിന്നെ അതൊരു കൂട്ടായ്മയെന്ന് ഭയങ്കര രസമായിട്ട് ഉണ്ടാകുന്നതിന് ഒരു കാഴ്ചയുണ്ട്. നല്ലൊരു അനുഭവമാണ് ലൈഫിൽ. ജ്യോതിഷിന്റെ ഡ്രൈവിൽ ഒരു മനുഷ്യൻ എന്റെ നടുക്ക് നിന്ന് ഒരു സാധനം എല്ലാവരുടെയും സഹകരണം മേടിച്ചെടുത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനം, അത് കണ്ടുപിടിക്കേണ്ട സംഭവമാണ്.